ഏവർക്കും സ്വാഗതം. ഇഗ്രാൻസ് 3.0 വെബ്സൈറ്റിലൂടെ SSC, ST, OEC, OBC തുടങ്ങിയ സ്കോളർഷിപ്പുകളൊക്കെ തന്നെ സ്കൂളിൽ നിന്നും അധ്യാപകരുടെ നേതൃത്വത്തിലോ ക്ലർക്കിൻ്റെ നേതൃത്വത്തിലോ അല്ലെങ്കിൽ സ്കോളർഷിപ്പിന് ചാർജുള്ള അധ്യാപകരുടെ നേതൃത്വത്തിലോ ആണ് തയ്യാറാക്കുന്നത്. ഈ വർഷം കാതലായ ചില മാറ്റങ്ങൾ ഇഗ്രാൻസ് വെബ്സൈറ്റുമായി ബന്ധപ്പെട്ടുണ്ട്. ഈ ഒരു വീഡിയോ ട്യൂട്ടോറിയലിലൂടെ അധ്യാപകർക്കും സ്കോളർഷിപ്പ് ചാർജുള്ള ക്ലർക്കുമാർക്കും മറ്റും ഈ ഒരു സ്കോളർഷിപ്പ് സംവിധാനം എങ്ങനെ പ്രയോജനപ്പെടുത്താം എന്നതാണ് ഈ വീഡിയോയിലൂടെ ചർച്ച ചെയ്യുന്നത്. ആദ്യമായി ഇത് ലോഗിൻ ചെയ്യുകയാണ്. ഇതിലെ ഏറ്റവും പ്രധാനമായ ഒരു മാറ്റം, കഴിഞ്ഞ വർഷം 2 തരത്തിലുള്ള ലോഗിൻ ലഭ്യമായിരുന്നു. ക്ലർക്ക് ലോഗിനും മറ്റൊന്ന് പ്രിൻസിപ്പൽ ലോഗിനും. ഈ വർഷം മുതൽ അതിൻ്റെ ലോഗിൻ ഒന്നിലേക്ക് ചുരുങ്ങുകയാണ്. ക്ലർക്ക് ലോഗിൻ എന്നുള്ളത് മാത്രം നിലനിർത്തുകയും അതിൻ്റെ യൂസർ ഐഡിയും പാസ്വേഡും നിലനിൽക്കുകയും പ്രിൻസിപ്പൽ ലോഗിൻ എന്ന ആ ഒരു ലോഗിൻ ഇല്ലാതാവുകയുമാണ് ചെയ്യുന്നത്. ഈ ക്ലർക്ക് ലോഗിൻ തന്നെ പേര് ഒന്ന് മാറ്റിയിട്ടുണ്ട്. ഇൻസ്റ്റിറ്റ്യൂട്ട് HM ലോഗിൻ എന്ന തരത്തിലേക്കാണ് ഈ ഒരു ലോഗിൻ വരുന്നത്. അതായത് ഒരൊറ്റ ലോഗിനിലൂടെയാണ് ഇഗ്രാൻസിൻ്റെ സ്കോളർഷിപ്പ് പ്രവർത്തനങ്ങൾ ഈ വർഷം നടക്കുന്നത്. നമുക്കതിലേക്കൊന്ന് ലോഗിൻ ചെയ്യാം. പട്ടികജാതി വികസന വകുപ്പ്, പട്ടിക വർഗ വികസന വകുപ്പ്, പിന്നോക്ക വികസന വകുപ്പ്, ഈ 3 വകുപ്പുകളിലേക്കുള്ള സ്കോളർഷിപ്പുകളാണ് ഈ ഒരു ഇഗ്രാൻസിലൂടെ നാം അയക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ മെനുവിൽ കാതലായ ചില മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. നമുക്കിവിടെ നോക്കിയാൽ കാണാം, ഇൻസ്റ്റിറ്റ്യൂഷൻ HM എന്ന തരത്തിലാണ് ഈ ലോഗിൻ്റെ പേര്. ഇടത് ഭാഗത്ത് നമുക്ക് കാണാം. അതിന് താഴെ ഹോം എന്നൊരു ഐക്കണുണ്ട്. അതിന് താഴെ ഇഗ്രാൻസ് SSC ഡെവലപ്മെൻറ്റ് ഡിപ്പാർട്ട്മെൻറ്റ് എന്ന് കാണുന്നുണ്ട്. SSCയുമായി ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ സ്കോളർഷിപ്പുകളും അപ്ലൈ ചെയ്യേണ്ടത് അതുവഴിയാണ്. അതുപോലെ ST, ഇഗ്രാൻസ് ST ഡെവലപ്മെൻറ്റ് ഡിപ്പാർട്ട്മെൻറ്റ് എന്ന് കാണുന്നുണ്ട്. STയുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ സ്കോളർഷിപ്പുകൾക്കും ആ ഒരു ഐക്കണിലൂടെ, ആ ഒരു മെനുവിലൂടെയാണ് നൽകേണ്ടത്. അതുപോലെ ബാക്ക്വേർഡ് ക്ലാസസ് ഡെവലപ്മെൻറ്റ്, അതിനും അതിൻ്റെ ആ ഒരു ഐക്കണിലൂടെയാണ് ക്ലിക്ക് ചെയ്ത് നൽകേണ്ടത്. കൂടാതെ സെറ്റിങ്സ്, ട്രാക്ക് ഡീറ്റെയിൽസ്, ട്രാൻസാക്ഷൻസ്, മാസ്റ്റർ ഡേറ്റ, ഇത്തരത്തിലുള്ള ഐക്കണുകളും കാണാനായിട്ട് കഴിയുന്നുണ്ട്. നമുക്കിതിലെ ഈ SSC ഡെവലപ്മെൻറ്റ് എന്ന ഈ ഐക്കണിലൊന്ന് ക്ലിക്ക് ചെയ്യാം. ഇതിൽ ആഡ് ന്യൂ സ്റ്റുഡൻറ്റ് എന്ന് കാണുന്നുണ്ട്, എഡിറ്റ് സ്റ്റുഡൻ്റ് ഉണ്ട്, സ്റ്റുഡൻറ്റ് അഡ്മിറ്റ് ഫ്രം അതർ സ്കൂളുണ്ട്, പ്രൊമോട്ട് സ്റ്റുഡൻറ്റ്, രജിസ്റ്റേർഡ് സ്റ്റുഡൻറ്റ്, അപ്ലൈ ഫോർ സ്കോളർഷിപ്പ്, ഫോർവേഡ് ആപ്ലിക്കേഷൻസ്, ഈ ഇത്രയും കാര്യങ്ങൾ തന്നെ ഓരോ ഡിപ്പാർട്ട്മെൻറ്റുകൾക്ക് താഴെ നമുക്കിങ്ങനെ കാണാനായിട്ട് കഴിയുന്നുണ്ട്. STക്കും ഇതേ ഹെഡിങ്ങുകൾ തന്നെയാണുള്ളത്. അതുപോലെ ബാക്ക്വേർഡ് ക്ലാസ്സസിന് നോക്കിയാലും ഇത്തരത്തിൽ അതേ മെനുകൾ തന്നെയാണ് കാണാനായിട്ട് കഴിയുന്നത്. അതുകൂടാതെ സെറ്റിങ്സിൽ കോഴ്സുകൾ ചേർക്കുന്നതിനുള്ള വിവരങ്ങൾ ചേർക്കാം. ട്രാക്ക് ഡീറ്റെയിൽസിലൂടെ പ്രീമെട്രിക്കുമായി ബന്ധപ്പെട്ടുള്ള ഡീറ്റെയിൽസ് ഇവിടെ നിന്നും ട്രാക്ക് ചെയ്യാം. അതുപോലെ ട്രാൻസാക്ഷൻസുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഡിസ്പേഴ്സ്മെൻറ്റ് ലിസ്റ്റ്, ഫെയിൽഡ് ലിസ്റ്റുകൾ തുടങ്ങിയവ അവിടെ നിന്നും ലഭ്യമാണ്. മാസ്റ്റർ ഡേറ്റയിലൂടെ കാസ്റ്റ് ലിസ്റ്റ് നമുക്ക് ലഭ്യമാണ്. ഇത്രയുമാണ് ഈ മെനുവിൽ നമുക്ക് കാണാനായിട്ട് കഴിയുന്നത്. ഇനി ഈ ഇഗ്രാൻസ് വെബ്സൈറ്റിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞാൽ ഏറ്റവും ആദ്യമായി ചെയ്യേണ്ടത് കുട്ടികളെ എല്ലാവരെയും തന്നെ പ്രൊമോട്ട് ചെയ്യുക എന്നുള്ളതാണ്. ഇപ്പോൾ ഒന്നാമത്തെ ഘട്ടം കുട്ടികളെ എല്ലാവരെയും പ്രൊമോട്ട് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ അതിലെ SSC വിഭാഗത്തിൽ വരുന്ന എല്ലാ കുട്ടികളെയും പ്രൊമോട്ട് ചെയ്യേണ്ടതുണ്ട്. ST വിഭാഗത്തിലെ എല്ലാ കുട്ടികളെയും പ്രൊമോട്ട് ചെയ്യേണ്ടതുണ്ട്. ബാക്ക്വേർഡ് ക്ലാസ്സിൽ വരുന്ന എല്ലാ വിഭാഗത്തെയും, OBC എലിജിബിൾ OBC, അതുപോലെ OEC തുടങ്ങിയ എല്ലാ വിഭാഗങ്ങളെയും കുട്ടികളെയും പ്രൊമോട്ട് ചെയ്യേണ്ടതുണ്ട്. നമുക്കിതിൻ്റെ പ്രൊമോട്ട് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ആദ്യം SSC കുട്ടികളെ പ്രൊമോട്ട് ചെയ്യുകയാണ്. അതിനായി ഈ ഐക്കണിൽ ക്ലിക്ക് ചെയ്ത് അതിന് താഴെ കാണുന്ന പ്രൊമോട്ട് സ്റ്റുഡൻസ് എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്യുന്നു. തുടർന്ന് കാറ്റഗറി SSC, ക്ലാസ് സെലക്ട് ചെയ്യുന്നു. ക്ലാസ് സെലക്ട് ചെയ്യുന്നതോടെ ആ കുട്ടികളുടെ പേര് വിവരങ്ങൾ താഴെ ലഭ്യമാവുന്നു. ഇതിലേതെങ്കിലും കുട്ടികൾ TC വാങ്ങി പോയത് ഉണ്ടെങ്കിൽ ആ കുട്ടികളെ നമുക്കിവിടെ നിന്നും ഈ ഒരു ടിക്ക് മാർക്ക് ഒഴിവാക്കിക്കൊണ്ട് ആ കുട്ടികളെ നമുക്ക് ഒഴിവാക്കാം.
അങ്ങനെ ടി സി വാങ്ങിച്ച് പോയ കുട്ടികളുണ്ടെങ്കിൽ അവരെ പ്രൊമോട്ട് ചെയ്യേണ്ടതില്ല എന്നതാണ് നിർദ്ദേശം. അതിനുശേഷം ഏറ്റവും താഴെ കാണുന്ന പ്രൊമോട്ട് സ്റ്റുഡൻസ് എന്ന ഭാഗത്തിൽ ക്ലിക്ക് ചെയ്യുന്നതോടെ ഈ കുട്ടികൾ എല്ലാവരും തന്നെ പ്രൊമോട്ടഡ് ആവുന്നതാണ്. ഇത്തരത്തിലെ ISSC കാറ്റഗറിയിൽ വരുന്ന എല്ലാ ക്ലാസ്സുകളിലെയും കുട്ടികളെ ഇതേപോലെ പ്രൊമോട്ട് ചെയ്യേണ്ടതുണ്ട്. അതിനുശേഷം ST വിഭാഗത്തിലേക്ക് വരുന്നു. ST വിഭാഗത്തിലെയും കുട്ടികളെ പ്രൊമോട്ട് സ്റ്റുഡൻസ് എന്ന ഐക്കണിലൂടെ ആ കാറ്റഗറി സെലക്ട് ചെയ്ത് ഓരോ ക്ലാസ്സിലെയും കുട്ടികളെ ഇത്തരത്തിൽ പ്രൊമോട്ട് ചെയ്യുക. കുട്ടികളെ പ്രൊമോട്ട് ചെയ്തതിന് ശേഷം നമുക്കിവിടെ നോ ഡേറ്റ അവൈലബിൾ എന്നുള്ളൊരു മെസ്സേജ് കാണുന്നുണ്ട്. അതുപോലെ ഇനി ബാക്ക്വേർഡ് ക്ലാസ്സസിലെ കുട്ടികളെയും ഇത്തരത്തിൽ പ്രൊമോട്ട് ചെയ്യുക. എഡിറ്റ് ചെയ്യുന്നതിന് വേണ്ടി SSC കുട്ടികളുടെ വിവരങ്ങളാണ് എഡിറ്റ് ചെയ്യേണ്ടതെങ്കിൽ ആ SSC എന്നുള്ളതിന് താഴെ എഡിറ്റ് സ്റ്റുഡൻറ്റ് ഡീറ്റെയിൽസ് എന്നതിൽ ക്ലിക്ക് ചെയ്യുക. അതിലെ കാറ്റഗറി സെലക്ട് ചെയ്ത് ക്ലാസ് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ കുട്ടികളുടെ പേര് വിവരം താഴേക്ക് വരുന്നതായി കാണാം. അതിൻ്റെ വലത് ഭാഗത്ത് എഡിറ്റ് ഡീറ്റെയിൽസ് എന്ന് കാണാം. ഈ എഡിറ്റ് ഡീറ്റെയിൽസിൽ ക്ലിക്ക് ചെയ്യുന്നതോടെ ആ കുട്ടികളുടെ ക്ലാസ്, കാറ്റഗറി, കാസ്റ്റ്, വരുമാനം, അക്കൗണ്ട് നമ്പർ, IFSC കോഡ് ഇത്തരത്തിലെ 6 വിവരങ്ങൾ നമുക്കിവിടെ തിരുത്താനായിട്ട് സാധിക്കും. കുട്ടിയുടെ അഡ്മിഷൻ നമ്പർ തെറ്റിപ്പോയിട്ടുണ്ടെങ്കിൽ അത് തിരുത്തുന്നതിന് ഉള്ള ഓപ്ഷൻ ഈ എഡിറ്റ് സ്റ്റുഡൻറ്റ് ഡീറ്റെയിൽസ് വഴിയല്ല. കുട്ടികളുടെ അഡ്മിഷൻ നമ്പർ തിരുത്തേണ്ടതുണ്ടെങ്കിൽ അതാത് ഹെഡിങ്ങുകൾക്ക് താഴെ രജിസ്റ്റേർഡ് സ്റ്റുഡൻറ്റ് എന്നൊരു ഓപ്ഷനുണ്ട്. ഈ രജിസ്റ്റേർഡ് സ്റ്റുഡൻറ്റ് ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്താൽ നമുക്ക് ആ കുട്ടിയുടെ അഡ്മിഷൻ നമ്പർ തിരുത്തുന്നതിന് അവസാന ഭാഗത്ത് ഒരു ഓപ്ഷൻ ലഭ്യമാണ്. ആ എഡിറ്റ് അഡ്മിഷൻ നമ്പർ എന്നുള്ളത് ക്ലിക്ക് ചെയ്ത് കുട്ടിയുടെ പുതിയ അഡ്മിഷൻ നമ്പർ നൽകി കഴിഞ്ഞാൽ ആ അഡ്മിഷൻ നമ്പർ പുതുതായി അപ്ഡേറ്റ് ആയി വരുന്നതായിട്ട് കാണാം. അടുത്തതായി ചെയ്യേണ്ടത്, ഈ വർഷം പുതുതായി അഡ്മിഷൻ നേടിയിട്ടുള്ള കുട്ടികൾ ഉണ്ടെങ്കിൽ ആ കുട്ടികളെ ചേർക്കുന്നതിനുള്ള മാർഗമാണ് ആഡ് ന്യൂ സ്റ്റുഡൻറ്റ് എന്നുള്ള ഐക്കൺ. ആ ആഡ് ന്യൂ സ്റ്റുഡൻറ്റ് എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്താൽ കുട്ടിയുടെ പേര്, ആധാർ നമ്പർ എന്നിവ നൽകി വാലിഡേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആധാർ ഡേറ്റ ഓൾറെഡി എക്സിസ്റ്റ് എന്നാണ് മെസ്സേജ് കാണുന്നതെങ്കിൽ അതിൻ്റെ അർത്ഥം കഴിഞ്ഞ വർഷം Egrantzന് അപേക്ഷിച്ചിട്ടുണ്ട്, ഈ വർഷം പുതുതായി ഈ സ്കൂളിലേക്ക് അഡ്മിഷൻ എടുത്ത കുട്ടിയാണ് എന്നതാണ് ഇതിലൂടെ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ അത്തരത്തിൽ മുൻ വർഷങ്ങളിൽ Egrantzലൂടെ അപേക്ഷിക്കുകയും സ്കൂള് മാറി വരികയും ചെയ്തിട്ടുള്ള കുട്ടികൾ ഉണ്ടെങ്കിൽ അത്തരം കുട്ടികളെ ചേർക്കുന്നത് ആഡ് ന്യൂ സ്റ്റുഡൻറ്റ് എന്നുള്ള മാർഗത്തിലൂടെയല്ല. അത്തരം കുട്ടികളെ അഡ്മിറ്റ് ചെയ്യുന്നതിന് ഓരോ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെയും താഴെ സ്റ്റുഡൻറ്റ് അഡ്മിഷൻ ഫ്രം അതർ സ്കൂൾ എന്ന ഓപ്ഷൻ ലഭ്യമാണ്. സ്റ്റുഡൻറ്റ് അഡ്മിഷൻ ഫ്രം അതർ സ്കൂൾ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് അതിൽ ആധാർ നമ്പർ നൽകി ഗെറ്റ് സ്റ്റുഡൻറ്റ് ഡീറ്റെയിൽസ് എന്നതിൽ ക്ലിക്ക് ചെയ്യുന്നതോടെ കുട്ടിയുടെ വിവരങ്ങൾ താഴേക്ക് ലിസ്റ്റ് ചെയ്യപ്പെടുന്നു. അതിൽ തിരുത്തലുകൾ ആവശ്യമാണെങ്കിൽ തിരുത്തലുകൾ വരുത്തി കുട്ടിയുടെ അഡ്മിഷൻ നമ്പർ നൽകി വാലിഡേറ്റ് അഡ്മിഷൻ നമ്പർ എന്ന് നൽകുന്നതോടെ ആ കുട്ടി ഇവിടുത്തെ Egrantzൻ്റെ ആ ഒരു ലിസ്റ്റിലേക്ക്, സ്കോളർഷിപ്പ് ലിസ്റ്റിലേക്ക് വരുന്നതാണ്. ഇത്തരത്തിൽ ആധാർ ഡേറ്റ എക്സിസ്റ്റ് അല്ലാത്ത കുട്ടികളെ, അതായത് മറ്റ് സ്കൂളിൽ Egrantzൽ അപേക്ഷിക്കാതെ പുതുതായി ഈ വർഷം വന്നു ചേർന്നിട്ടുള്ള കുട്ടികളെയാണ് ആഡ് ന്യൂ സ്റ്റുഡൻറ്റ് എന്നതിലൂടെ ക്ലിക്ക് ചെയ്യേണ്ടത്. അവസാന ഘട്ടത്തിലേക്ക് കിടക്കുകയാണ്. അപ്ലൈ ഫോർ സ്കോളർഷിപ്പ് അപ്ലൈ ചെയ്യുന്നതിന് അതാത് ഡിപ്പാർട്ട്മെൻറ്റിന് താഴെയുള്ള അപ്ലൈ ഫോർ സ്കോളർഷിപ്പ് എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്ത് അതിനാവശ്യമായ സ്കീം സെലക്ട് ചെയ്യുന്നു. ലഭ്യമായിട്ടുള്ള എല്ലാ സ്കോളർഷിപ്പുകളും തന്നെ നിർബന്ധമായും അപ്ലൈ ചെയ്യേണ്ടതാണ്. ആ സ്കീം സെലക്ട് ചെയ്യുന്നു. അതിനുശേഷം ക്ലാസ് സെലക്ട് ചെയ്യുന്നു. തുടർന്ന് അതിന് താഴെ ഒരു ഡിക്ലറേഷൻ പറയുന്നുണ്ട്. ഇൻകം, അക്കൗണ്ട് നമ്പർ, IFSC കോഡ് തുടങ്ങിയ വിവരങ്ങളെല്ലാം തന്നെ വെരിഫൈ ചെയ്തതാണ് എന്ന് ഒരു ഡിക്ലറേഷൻ ടിക്ക് ചെയ്ത് അപ്ലൈ ചെയ്യുന്നതോടെ ഈ സ്കോളർഷിപ്പ് ആപ്ലിക്കേഷൻ പ്രവർത്തനങ്ങൾ അവസാനിക്കുന്നതാണ്.
തുടർന്ന് ഫോർവേഡ് ചെയ്ത ആപ്ലിക്കേഷൻസ് കാണുന്നതിനായി അതാത് സെക്ഷന് താഴെ ഫോർവേഡഡ് ആപ്ലിക്കേഷൻസ് എന്ന ഭാഗത്തിലൂടെ ആ വർഷം അപ്ലൈ ചെയ്തിട്ടുള്ള ആ സ്കീമുകൾ സെലക്ട് ചെയ്ത് ആ കോഴ്സ് സെലക്ട് ചെയ്ത് അക്കാഡമിക് ഇയർ സെലക്ട് ചെയ്താൽ ഓരോ വർഷവും ഫോർവേഡ് ചെയ്തിരിക്കുന്ന ആപ്ലിക്കേഷൻസിൻ്റെ വിവരങ്ങൾ നമുക്ക് ലഭ്യമാവുന്നതാണ്. ട്രാൻസാക്ഷനുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിവരങ്ങൾ ലഭ്യമാക്കുന്നതിനാണ് ട്രാൻസാക്ഷൻ ഇതിൽ ഡിസ്പേഴ്സ്മെൻറ്റ് ലിസ്റ്റും അതുപോലെ ഫെയിൽഡ് ട്രാൻസാക്ഷൻ ലിസ്റ്റും ലഭ്യമാണ്. ഫെയിൽഡ് ട്രാൻസാക്ഷൻ ലിസ്റ്റിലൂടെ കുട്ടിയുടെ അക്കൗണ്ട് നമ്പറിന് എന്തെങ്കിലും തിരുത്തലുകൾ വരുത്തിയിട്ടുണ്ട് എങ്കിൽ അല്ലെങ്കിൽ ഇൻവാലിഡ് ആയിട്ടുണ്ട് എങ്കിൽ അത് വീണ്ടും തിരുത്തി ഇവിടെ നൽകാനുള്ള അപ്ഡേറ്റ് ചെയ്യാനുള്ള ഒരു ഓപ്ഷനും ലഭ്യമാണ്. ഇത്രയും കാര്യങ്ങളാണ് ഇഗ്രാൻസുമായി ബന്ധപ്പെട്ട് അധ്യാപകർ മനസ്സിലാക്കേണ്ട പ്രധാന കാര്യങ്ങൾ.